ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മസാല ചായയാണ്. നമ്മളെല്ലാവർക്കും ചായ ഇഷ്ടമാണ്. ചായ ഇഷ്ടമുള്ള ആൾക്കാർ ഇനി മസാല ചായയും കൂടെ ഒന്ന് ട്രൈ ചെയ്യുക. നമുക്കെല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ ഇനി അറിയാത്തവർക്ക് പറയാണ്, മസാല ചായയാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മുടെ എനർജി ബൂസ്റ്റ് ചെയ്യാനും നമ്മുടെ പ്രതിരോധ ശക്തി ബൂസ്റ്റ് ചെയ്യാനും അതുപോലെ നമ്മുടെ ദഹനം, ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാൻ, ക്യാൻസർ വരെ പ്രിവെൻറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പം അറിയില്ല, എന്തായാലും മസാല ചായ ഇഷ്ടമുള്ള ആൾക്കാർക്ക് മസാല ചായ ഉണ്ടാക്കാനുള്ള ഒരു ട്രഡീഷണൽ മസാല ചായ ഉണ്ടാക്കാനുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം മസാല ചായ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായി വരുമ്പം ഞാൻ ആദ്യം ചേർക്കാൻ പോകുന്നത് ഒരു 3/4 ഗ്ലാസോളം വെള്ളമാണ്. അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഗ്ലാസ് ഇതാണ്. ഈ ഗ്ലാസിൻ്റെ 3/4 ഭാഗത്തോളം വെള്ളം ഞാൻ ചേർക്കുന്നു. അതുപോലെ തന്നെ പാല് ചേർക്കുമ്പം ഇതേ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് പാലാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. അതാണ് ആ ഒരു റേഷ്യോ. അപ്പോൾ ഞാൻ ഈ വെള്ളം തിളച്ച് വരുന്ന നേരം കൊണ്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു 3 ഏലക്ക എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വലിപ്പത്തിലുള്ള ഇഞ്ചിയും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഞാൻ നല്ലതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. കാരണം നമ്മൾ ചതച്ച് ചേർക്കുമ്പോഴാണ് ആ ഒരു വെള്ളത്തിലോട്ടൊക്കെ അത് ഇറങ്ങി ചായയിലോട്ടൊക്കെ ഇറങ്ങി നല്ല ടേസ്റ്റ് ആവുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഇഞ്ചിയും ചതച്ചെടുക്കാൻ പോവാണ്. ഇതുപോലെയാണ് ചതച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഏലക്കായും ഞാൻ ചതച്ചെടുക്കാൻ പോവാണേ. അപ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും ഏലക്കായും റെഡിയാണ് കേട്ടോ. ഇനി ഇത് നമ്മൾ ഒത്തിരി അങ്ങ് വെട്ടി തിളയ്ക്കണ്ട, ജസ്റ്റ് ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുന്ന വെള്ളത്തിനകത്തോട്ട് ഇതും അതിനോടൊപ്പം തന്നെ കുറച്ചും കൂടെ സ്പൈസസ് നമ്മൾ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിന് ചുറ്റും ചെറുതായിട്ട് ഇങ്ങ് തിളയ്ക്കാൻ വരുന്നേ ഉള്ളൂ. ഈ ഒരു സമയത്ത് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചിയും അതുപോലെ തന്നെ ഏലക്കായും ഇട്ട് കൊടുക്കാം. ഞാൻ ചേർക്കാൻ പോകുന്നത് പട്ടയാണ്. ഒരു കുഞ്ഞു കഷ്ണം പട്ട മതിയാവും കേട്ടോ. ഞാൻ ഇതുപോലെയുള്ള 2 കുഞ്ഞു കഷ്ണം പട്ടയാണ് ഇട്ടിട്ടുള്ളത്, കറുവാപ്പട്ട. പിന്നെ ചേർക്കുന്നത് 2 ഗ്രാമ്പു ചേർക്കുന്നുണ്ട്. അടുത്തത് ചേർക്കുന്നത് പുതിനയിലയാണ്. പുതിനയിലയുടെ 1 ഇല മതിയാവും കേട്ടോ. കാരണം ഒത്തിരി നല്ല സ്മെല്ലല്ലേ പുതിനയിലയ്ക്ക്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതിൻ്റെ സ്മെല്ല് അതിനകത്തോട്ട് വന്നോളും. അപ്പം ഒരെണ്ണേ ഞാൻ ഇട്ടിട്ടുള്ളൂ, 1 ഇല. അപ്പം ഇത്രയും മസാല ഇട്ടിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ചില ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു സ്റ്റേജിനകത്ത് ചായപ്പൊടി ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പക്ഷേ ഇപ്പോഴല്ല ചായപ്പൊടി ഇടുന്നത്. പാലൊക്കെ ഒഴിച്ച് പാല് തിളച്ച് കഴിഞ്ഞിട്ടാണ് ചായപ്പൊടി ഇടുന്നത് കേട്ടോ. അതാണ് രുചി കൂടുതലുള്ളത്. അപ്പോൾ ഞാൻ ഇത് നല്ലതുപോലെ ഒന്ന് വെട്ടി തിളയ്ക്കുന്നത് വരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ വെള്ളമൊക്കെ നല്ലതുപോലെ വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ പാൽ ആഡ് ചെയ്യാണ്. 1 ഗ്ലാസ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിന് മുന്നേ ഇതേ ഗ്ലാസ്സിൽ 3/4 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിരുന്നത്. അപ്പോൾ പാല് 1 ഗ്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് റേഷ്യോ. ഇനിയിപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് അതൊക്കെ മാറ്റാം. ഇപ്പോൾ ചില ആൾക്കാർക്ക് പാലും വെള്ളം ഒരേപോലെ എടുക്കണമെന്നുണ്ടാവും, അല്ലെങ്കിൽ പാല് കൂടുതൽ വെള്ളം കുറച്ച്, വെള്ളം കൂടുതൽ പാല് കുറച്ച്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ എനിക്കിപ്പോൾ ഇവിടെ ഈ 3/4 ഗ്ലാസും അതുപോലെ 1 ഗ്ലാസിൻ്റെയും റേഷ്യോ ആണ് എപ്പോഴും നല്ല കറക്റ്റായിട്ടും പെർഫെക്റ്റ് ആയിട്ടും വരാറ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പാലിവിടെ തിളച്ച് വന്നിട്ടുണ്ട്. പാലപ്പോൾ ഒന്ന് തിളച്ച് പാല് നല്ലതുപോലെ തിളച്ചിട്ട് വേണം നിങ്ങൾ ചായപ്പൊടി ഇടാൻ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചായ കുടിക്കുമ്പം എപ്പോഴും പാലിൻ്റെ ഒരു പച്ചച്ചുക കാണും. അപ്പോൾ പല ആൾക്കാരും അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാൻ നല്ലതുപോലെ തിളച്ച് വന്നതിന് ശേഷം ഫ്ലെയിം ഒന്ന് ലോയിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാനിവിടെ ചായപ്പൊടി നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കുക കേട്ടോ. ഞാനിവിടെ 2 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 2 ടീസ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത് ചായപ്പൊടി എടുത്തിട്ടുള്ളത്. ഞാൻ എടുക്കുന്നത് റെഡ് ലേബിളാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചായപ്പൊടി എടുക്കാം. എന്നിട്ട് നല്ലതുപോലെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിപ്പോൾ ഫ്ലെയിം എപ്പോഴും ലോയിൽ തന്നെ ആയിരിക്കണം. ഈ ലോയിൽ ഒരു 5-6 മിനിറ്റോ നല്ലതുപോലെ അങ്ങ് തിളയ്ക്കണം. എങ്കിൽ മാത്രമേ ആ ചായപ്പൊടിയുടെ അതിൻ്റെ ഒരു കണ്ടൻറ്റ് സത്തൊക്കെ ഇറങ്ങി നമ്മുടെ ചായ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരത്തുള്ളൂ. അപ്പം നിങ്ങൾ ഈ ഒരു ടിപ്പ് ശ്രദ്ധിക്കണം. എപ്പോഴും ചായപ്പൊടി ഇടുമ്പം പാല് തിളച്ചതിന് ശേഷം മാത്രമേ ഇടാവൂ. എങ്കിൽ മാത്രമാണ് ആ പാലിൻ്റെ പച്ചച്ചുക എല്ലാം മാറി നമുക്ക് ചായപ്പൊടിയുടെ റിയൽ ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ ഇത് നല്ലതുപോലെ ഒരു 5-6 മിനിറ്റോളം ഞാൻ നല്ലതുപോലെ ഇതിൻ്റെ ഒരു കളറൊക്കെ വരാൻ വേണ്ടിയിട്ടും ആ ഒരു ചായയുടെ കളറ് വരത്തില്ല, അതുവരെ നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിലിടണം. അതുപോലെ തന്നെ ചായ നന്നാവാനായിട്ടുള്ള വേറൊരു ടിപ്പും കൂടിയാണ് നല്ലതുപോലെ ആറ്റി ചായ എപ്പോഴും നല്ലതുപോലെ പതഞ്ഞിട്ട് തന്നെ വേണം കുടിക്കാനായിട്ട്. അതിൻ്റെ ആ ഒരു പതോടുകൂടെ ചായ കുടിക്കുമ്പോഴാണ് എപ്പോഴും ടേസ്റ്റി ആയിട്ടുള്ളത്.
പ്രത്യേകിച്ച് മസാല ചായയും കൂടി ആകുമ്പോഴത്തേക്കും ആ പതഞ്ഞ് വരുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ മസാല ചായ ഉണ്ടാക്കി ഒന്ന് കുടിച്ച് നോക്കണം. അപ്പോൾ ഒത്തിരി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, അത്രയും ഉറപ്പുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതാ ഈ ചായ നല്ലതുപോലെ അങ്ങ് കളറെല്ലാം മാറി നല്ല കടുപ്പൊക്കെ ആയിട്ടുണ്ട്. ഇനി കൂടുതൽ കടുപ്പം വേണമെന്നുള്ളവർക്ക് കുറച്ച് നേരം കൂടെ അത് ഒന്ന് വെയിറ്റ് ചെയ്ത് നല്ല കടുപ്പാക്കി എടുക്കാം. ഇപ്പോൾ ഇത് കറക്റ്റാണ് ഞങ്ങൾക്ക്. ഇനി ഒരു സമയത്ത് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി പഞ്ചസാര ഇല്ലാതാണ് കുടിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ അങ്ങനെയാവാം. എന്നിട്ട് ഞാൻ നല്ലതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചായ റെഡിയാണ്. ഇതിൻ്റെ കളറൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ. അതിനേക്കാളും എന്നാ ഞാൻ പറയേണ്ടത്, ഇതിൻ്റെ സ്മെല്ലാണ് കേട്ടോ. കിച്ചണിലൊക്കെ നല്ലൊരു സ്മെല്ലാണ്. ആ പുതിനയിലയുടെയും അതുപോലെ ഗ്രാമ്പൂവിൻ്റെ ഒക്കെ സ്മെല്ല് നല്ലൊരു സ്മെല്ലാണ്, ഏലക്ക. അപ്പോൾ അതാ ഞാൻ ഒരു മിനിറ്റും കൂടെ ഞാനിതൊന്ന് നല്ലതുപോലെ വെട്ടിത്തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അന്നേരം നിങ്ങൾക്ക് ഓഫ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഇനി ഇതാ ഞാൻ ഇത് നിർത്തി ഞാനിതൊന്ന് ഊറ്റിയെടുക്കുകയാണ്. ഒരു കപ്പിനകത്തോട്ട് ഞാൻ നല്ലതുപോലെ ഊറ്റുകയാണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് വേറൊരു പാത്രത്തിലോട്ട് ഇത് നല്ലതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആറ്റി എടുക്കുകയാണ് ചെയ്യുന്നത്. എങ്കിൽ മാത്രമേ അത് പതഞ്ഞ് വരത്തുള്ളൂ. അത് ഞാൻ കാണിക്കാം എങ്ങനെയാണെന്ന്. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇതാ ഞാനിതുപോലെ അങ്ങ് നല്ലതുപോലെ ആറ്റി. ഇപ്പോൾ കണ്ടോ ആ പത വരുന്നത് കണ്ടോ. ഇതൊരു 2-3 പ്രാവശ്യം ചെയ്തിട്ട് നമുക്ക് സെർവിങ് ഗ്ലാസ്സിലോട്ട് നമ്മൾ ഒഴിച്ച് കഴിഞ്ഞാൽ അതിലും നല്ല പതഞ്ഞ് തന്നെ ഒഴിക്കുക. ചായ നല്ല പെർഫെക്റ്റ് ചായ ആയിട്ട് വരും. നിങ്ങളപ്പം ഈ ഒരു ചായ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇഷ്ടമാവും. മസാല ചായ എന്ന് പറയുന്നത് ഒത്തിരി ബെനിഫിഷ്യലാണ്, നമ്മുടെ ആരോഗ്യത്തിനൊക്കെ ഒത്തിരി നല്ലതാണ് ഈ മസാല ചായ കേട്ടോ. നമുക്കറിയാത്തവരുണ്ടെങ്കിൽ അത് നമുക്ക് പ്രത്യേകിച്ച് ഈ നമ്മുടെ ജലദോഷമൊക്കെ വന്നിരിക്കുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ ഒരു പനി വന്നിരിക്കുന്ന സമയത്തൊക്കെ ചൂടോടെ കുടിക്കാൻ പറ്റുന്ന ഒരു ചായയാണ് മസാല ചായ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പം ഒത്തിരി എന്നാ പറയുക, ഒത്തിരി ജലദോഷം അല്ലെങ്കിൽ ശബ്ദം അടഞ്ഞിരിക്കുക അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് ഇതിനകത്ത് 2 കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം. 2 കുരുമുളക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് നല്ലൊരു നല്ലൊരു എനർജി കിട്ടും. നിങ്ങൾക്ക് തൊണ്ടയ്ക്കൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ജലദോഷമൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു ഒരു ആശ്വാസം കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ഈ ചായ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഒപ്പം എൻ്റെ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. Until then, bye bye.